നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് PM ശ്രീ പദ്ധതിയെ പറ്റിയാണ്. ഞാൻ എസ് കാച്ചപ്പള്ളി. കേരളം വീണ്ടും PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എല്ലാ കാലത്തും വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി കുലങ്കുഷമായ ചർച്ച ചെയ്യുകയും വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തോതിലുള്ള നിലവാരമില്ലായ്മ കാലങ്ങളായി കേരളത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. നവോദയ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിലും ആരംഭിച്ച് നമ്മുടെ സംസ്ഥാനത്തെ മികച്ച ഗ്രാമീണ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ വളർച്ചയിൽ അത് ഏറെ സ്വാധീനം വഹിക്കുകയുണ്ടായി. തൊഴിലാളി പ്രീണനത്തിൻ്റെ ഭാഗമായി കേരളത്തിലും നടപ്പിലാക്കിയ UGC പോലുള്ള ശമ്പള പരിഷ്കരണങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ UGC പോലുള്ള ശമ്പള പരിഷ്കരണങ്ങൾ നമ്മുടെ ഖജനാവിനെ ഏൽപ്പിച്ച വൻ ആഘാതം ചെറുതായിരുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ ആവശ്യമെന്ന് കരുതുന്ന UGC ശമ്പള പരിഷ്കരണം പോലുള്ള പരിഷ്കാരങ്ങൾ പക്ഷേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പരിഗണിക്കാതെ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ അന്ന് നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആവശ്യം വേണ്ട മൂത്രപ്പുരകൾ പോലും ഇല്ലായിരുന്നു എന്നത് കേരളം എന്നും ലോകത്തോട് മറുപടി പറയേണ്ട കാര്യമാണ്. UGCയുടെ പേരിൽ നടപ്പിലാക്കിയ ശമ്പള കൈപ്പറ്റുന്ന ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളിലും രാഷ്ട്രീയക്കാരുടെ സ്വന്തക്കാരെയോ അവരുടെ അച്ഛന്മാരെയോ തിരികെ കയറ്റാനുള്ള ഒരു വേദിയായി ഇത്തരം സ്ഥാപനങ്ങൾ മാറി. സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള ശ്രമങ്ങളെയും കേരളം പരാജയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. വിവിധതരം ഫീസ് ഘടന നിശ്ചയിച്ചും മറ്റും സെൽഫ് ഫിനാൻസിങ് എന്ന ആശയത്തെ പരാജയപ്പെടുത്തുകയുണ്ടായി. എന്നും എക്കാലവും പരിഷ്കാരങ്ങൾ എന്തിനേയും ഏതിനേയും എതിർക്കുന്ന സംസ്ഥാനമായി കേരളം മാറുകയും അതുമൂലം ഒട്ടുമിക്ക പിന്തിരിപ്പൻ ആശയങ്ങൾക്കും വേരോട്ടമുള്ള സംസ്ഥാനമായി കേരളം മാറുകയും ചെയ്തു. ജനാധിപത്യം എന്നത് മസിൽ പവറിൻ്റെയും തിണ്ണുപിടുക്കിൻ്റെയും ബലത്തിൽ പുതിയ പരിഷ്കാരങ്ങളെ കശാപ്പ് ചെയ്യാനുള്ള വേദിയായി അങ്ങനെ കേരളം മാറി. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങളാണ് കൂടുതലായി കേരളത്തിൽ ബലിയാടാക്കപ്പെടുന്നത് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഗ്രാമീണ മേഖലയിലെ കുട്ടികളുടെ മട്ടിലും കെട്ടിലുമുള്ള വളർച്ചയെ ഏറെ സ്വാധീനിച്ച നവോദയ സ്കൂളുകളുടെ നിലവാരത്തിലേക്ക് കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തിന് കൂടിയ സാമ്പത്തിക ബാധ്യതയില്ലാതെ കടന്നു വരേണ്ടത് ആവശ്യം തന്നെയാണെന്നും കേരളം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ PM ശ്രീ നടപ്പിലാക്കാനുള്ള കേരള സർക്കാരിൻ്റെ ശ്രമങ്ങൾ വിജയം കാണേണ്ടതായി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം അവസാനിപ്പിക്കുകയാണ്. നന്ദി.